ഇന്നലെ പാമ്പാടി ദേറായിൽ മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം മെത്രാസന ശതോത്തര സുവർണ ജൂബിലിയും വിശുദ്ധ മൂന്നുമേൽ കുർബാനയും നടന്നു. അത് കണ്ടപ്പോൾ പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. നമ്മുടെ സഭയിൽ പലപ്പോഴും മൂന്നുമേലും അഞ്ചുമേലും ഒക്കെ വിശുദ്ധ കുർബാനകൾ നടക്കുന്നു. മലങ്കര സഭയുടെ വിശ്വാസം അനുസരിച്ച് മൂന്നുമേലും അഞ്ചുമേലും ഒക്കെ കുർബാന നടത്തുന്നത് ശരിയാണോ? എൻ്റെ ഒരു സംശയം. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല എന്നാണ്. പല മെത്രാന്മാർ ഒന്നിച്ച് ഒരു മദ്ബഹയിൽ വെവ്വേറെ ത്രോണോസിൽ കുർബാന നടത്തുന്നതിൽ എന്താണ് മലങ്കര സഭയുടെ നിലപാട്? പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് അന്ത്യോക്യൻ സുറിയാനി പാരമ്പര്യത്തിൽ ഒരു കുർബാനയ്ക്ക് ഒരു കാർമ്മികൻ എന്നതാണ് ആദിമതത്വം. ശരിയല്ലേ? സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് AD ഏകദേശം 110 അതിൽ പറയുന്നത് ഒരു ബിഷപ്പിന്റെ കീഴിൽ ഒരു യൂക്രിസ്റ്റ്, ഒരു പ്രാർത്ഥന, ഒരു ജനം എന്നാണ് ഇഗ്നേഷ്യസ് പഠിപ്പിക്കുന്നത്. ഏകത യൂക്രിസ്റ്റിന്റെ അടയാളമാണ്. ഒന്നിലധികം കാർമ്മികർ ഒരേ അൾത്താരയിൽ, ഇത് ആദിമ ആചാരത്തോട് ചേർന്നതല്ലെന്നാണ്. അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് ഒരു ആരാധന കൂട്ടായ്മയ്ക്ക് ഒരു നേതൃത്വം, ഇതാണ് അടിസ്ഥാന ഘടനയെന്നാണ്. റോമൻ കത്തോലിക്ക സഭകളിൽ ഇത് വ്യാപകമായത് 962 ശേഷമാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യം ഇത് പൊതുവെ സ്വീകരിക്കുന്നില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുന്നതോസ് ഇത് പ്രത്യേകം അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്ത് വ്യക്തമായ കാനോൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ 934 കൂടിയ സുന്നതോസ് ആരാധനാ ഏകീകരണത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ ഒരൊറ്റ കാർമ്മികന്റെ ആരാധനാ ഘടനയെ അടിസ്ഥാനമാക്കിയാണെന്ന് രേഖകളിൽ പറയുന്നു. ഒന്നിലധികം മെത്രാന്മാർ ഒരേ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം: ക്രിസ്തു ഒരേ ഒരു പ്രധാന പുരോഹിതൻ, ഭൂമിയിൽ ഒരു ബിഷപ്പ്, ക്രിസ്തുവിന്റെ ഒരു ഐക്കൺ, 2 ഐക്കൺസ് ഒരേ കുർബാനയിൽ ദൈവശാസ്ത്രപരമായി സ്ഫുടം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ 150 വൈദികരെ കാപ്പയിടിച്ച് നിർബന്ധിതമായി നിർത്തുന്നത് ശരിയാണോ? ഇത് ഗൗരവതരമായ പ്രശ്നമാണ്. ആദിമസഭാ കാനോൻ തത്വങ്ങൾ അനുസരിച്ച് തെറ്റാണ്. ഒരു മെത്രാനും ഷെമ്മാശനും ദൈവഹിതമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജനത്തോടൊന്നിച്ചോ ഉദ്യോഗത്തിന്റെ ഭാഗമായോ ആചാരങ്ങൾ ചെയ്യിക്കരുത്. ദൈവശുശ്രൂഷകരുടെ ധർമ്മം ആന്തരിക ഭക്തി, ബാഹ്യ പ്രദർശനമല്ല. വിശുദ്ധ കുർബാനയിൽ കാപ്പ ധരിക്കൽ ഒരു ലിറ്റർജിക്കൽ ആക്ടാണ്, ഒരു ദൃശ്യ അലങ്കാര ഏർപ്പാടല്ല. കാപ്പ ധരിക്കൽ ക്രിസ്തുവിന്റെ നീതിയുടെ മേലങ്കി ധരിക്കലാണ്. ഇത് ആത്മീയ ഉത്തരവാദിത്വം ഉള്ള ഒരു പ്രവൃത്തിയാണ്. നിർബന്ധിത പ്രദർശനം ലിറ്റർജിയുടെ ആത്മാവിന് വിരുദ്ധം തന്നെയാണ്. 150 വൈദികരെ ഫോട്ടോഷൂട്ടിനായി നിർബന്ധിതമായി നിർത്തുന്നത് ലിറ്റർജിയെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ്. അതുപോലെ ജൂബിലി ആഘോഷം വിശുദ്ധ കുർബാനയുമായി ബന്ധിപ്പിക്കുന്നത് ശരിയോ എന്ന ചോദ്യമായിരുന്നു. ജൂബിലി ഉദ്ദേശത്തോടെ നടത്തുന്ന കുർബാന, അതായത് താങ്ക്സ് ഗിവിംഗ്, ശരിയാണ്. എന്നാൽ ജൂബിലി ആഘോഷമായി നടത്തുന്ന കുർബാന, അതിൽ ദൈവശാസ്ത്ര ജാഗ്രത വേണം. കുർബാനയെ ജൂബിലി ഷോയുടെ ഭാഗമാക്കുന്നത് തെറ്റ് തന്നെയാണ്. കുർബാന ക്രിസ്തുവിന്റെ ബലിദാനത്തിന്റെ അനന്തര ആവർത്തനമാണ്, ഒരു ആഘോഷ ചടങ്ങല്ല. നമ്മുടെ സ്വന്തം പാരമ്പര്യ പിതാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ ഒരൊറ്റ ഇടത്ത് ഒരൊറ്റ കുർബാനയ്ക്കായി ഒത്തുകൂടണം. കാരണം ക്രിസ്തുവിന്റെ ഒരൊറ്റ ശരീരം, ഒരൊറ്റ പാനപാത്രം. ഭദ്രാസനത്തിന്റെ ജൂബിലി ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരം തന്നെയാണ്. പക്ഷെ ആ നന്ദി കർത്താവിന്റെ ബലിദാനത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്ന ഒരു ലളിതമായ കുർബാനയിലാകുമ്പോഴാണ് ദൈവശാസ്ത്ര സത്യമായി ഭവിക്കുന്നത്. ആഘോഷമാകുമ്പോൾ അത് ക്രിസ്തുവിന്റെ സ്ഥലത്ത് സ്ഥാപനം കടന്നു വരുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടം. കണ്ടു നിൽക്കുന്ന വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഒരു വൈദികൻ ഒരു ദിവസം ഒരു കുർബാനയെ അർപ്പിക്കാവൂ. ഈ പരിപാടിയിൽ അത് ലംഘിക്കുന്നില്ല, സത്യം. എന്നാൽ ഒരു വിശ്വാസി ഒരു ദിവസം ഒരു കുർബാനയിലെ സംബന്ധിക്കാവൂ. ഇവിടെയാണ് പ്രശ്നം. 3 അല്ലെങ്കിൽ 5 അതും അല്ലെങ്കിൽ 100 കുർബാനയൊക്കെ നടത്തുമ്പോൾ വിശ്വാസി ഒരു കുർബാനയാണോ, 5 ആണോ, 3 ആണോ, 100 ആണോ പങ്കെടുക്കുന്നത്? ഒരു ദിവസത്തെ ഒരു യുഗമായി കാണുന്നു എന്ന ന്യായം പറഞ്ഞാലും ശരിയാകുമോ? ഈ 3 തന്നെ ശരിയല്ലെന്ന തോന്നലാണ് സഭയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്ന ഓക്കന്മാരായ വിശ്വാസികൾക്കുള്ളത്. പഠിച്ചതിൻ്റെ തെറ്റാണോ, പഠിപ്പിച്ചതിൻ്റെ തെറ്റാണോ? ആരാണ് ഓക്കനൻ എന്നാണ് ഇപ്പോൾ സംശയം. 5 നടത്തുന്നവരോ അതിൽ പങ്കെടുക്കുന്നവരോ?